ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 7 ഇന്നത്തെ ധ്യാനത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് തീയാലാണെന്നും ആ തീ എത്രമാത്രം ഘോരതയുള്ളതുമാണെന്ന് പല ഉപമകളിലൂടെ നമ്മെ മനസ്സിലാക്കുകയാണ്. തീ കൊണ്ടുണ്ടാകുന്ന വേദന മറ്റെല്ലാ വേദനകളെക്കാളും കാഠിന്യമുള്ളതാണെന്ന് കൊച്ചു കുട്ടികൾക്ക് കൂടെ അറിയാം. കാരണം തീപ്പൊള്ളലേറ്റ് മരിക്കുന്നതാണ് ഏറ്റവും ദുസ്സഹമായ മരണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മണിക്കൂർ തീയിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? ലോകത്തിലെ ഈ തീ ഇത്രയ്ക്കും ഭയങ്കരമാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിനെ ദഹിപ്പിക്കുന്ന തീ എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇരുമ്പ് മുതലായ എല്ലാ വസ്തുക്കളെയും ഉരുക്കത്തക്ക ശക്തി അഗ്നിക്കുണ്ട്. പക്ഷേ ഈ അഗ്നി ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയോട് തുല്യപ്പെടുത്തിയാൽ ഒരു നിഴൽ മാത്രമാണെന്ന്. നബൂഖദ്നേസർ രാജാവ് 3 ബാലന്മാരെ ചുട്ടു ദഹിപ്പിക്കാൻ വേണ്ടി അഗ്നി ഉണ്ടാക്കി. സൊദോം ഗൊമോറയെ നശിപ്പിക്കാനായിട്ടും സർവേശ്വരൻ അഗ്നി ഉണ്ടാക്കി. ഈ അഗ്നിയേക്കാളൊക്കെ അതികഠിനമാണെന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി. ലോക അവസാനത്തിൽ സർവസംഹാരിയായ അഗ്നിവർഷം ഉണ്ടാകും എന്നാണല്ലോ പറയുന്നത്. അതിനേക്കാൾ ഭീകരമാണെന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി. ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയോട് തുല്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നാണ് വേദപാരംഗതന്മാർ പറയുന്നത്. നമ്മുടെ ഓരോ പാപങ്ങൾക്കും ദൈവം ശിക്ഷിക്കാതെ പോകില്ല. കാരണം ശുദ്ധിയുള്ള ഹൃദയവുമായിട്ട് വേണം, ആത്മാവായിട്ട് വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. നേരിയ കളങ്കം പോലും സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള വലിയൊരു തടസ്സമാണ്. അതുകൊണ്ട് നേരിയ കളങ്കം പോലും, നേരിയ പാപത്തിന് പോലും ദൈവം ശുദ്ധി വരുത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സ്വർഗത്തിൽ പരിശുദ്ധമായത് മാത്രമല്ലേ വസിക്കുള്ളൂ. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അത്രമാത്രം ശുദ്ധിയുള്ളതാകണം, പൂർണ്ണ ശുദ്ധി. നമ്മുടെ ഏതൊരു ചെറിയ നന്മയ്ക്കും ദൈവം സമ്മാനം തരും. അതുപോലെ ഏതൊരു ചെറിയ പാപത്തിനും അവിടെ തീയിൽ ദഹിപ്പിക്കുന്നൊരവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ശുദ്ധീകരണ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നറിഞ്ഞിട്ടും അറിയാതെ പാപത്തിൽ വീഴുന്നവരെ നമ്മെപ്പോലെയുള്ള എല്ലാവരെയും ഓർത്ത് മാപ്പ് പറയാം. പലതരം തീയാണ് അവിടെ. അതായത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഘോരത അനുസരിച്ചുള്ള തീകൾ. നമ്മൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടാണല്ലോ ഈ പാപം ചെയ്യുന്നത്. കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്തത് കാണുന്നു, ഹൃദയം കൊണ്ട് ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നു, മൂക്കുകൊണ്ട് ആവശ്യമില്ലാത്തത് മണക്കുന്നു, ചെവി കൊണ്ട് ആവശ്യമില്ലാത്തത് കേൾക്കുന്നു, നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് പറയുന്നു. ശരീരത്തിലെ ഏറ്റവും ഭയപ്പെടേണ്ട അവയവമാണ് നാവ്. അത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ അറിയില്ല. ആ നാവ് തീയിൽ വെന്തുരുകുന്നത് പോലെ നാവ് കൊണ്ട് ചെയ്ത പാപത്തിന് നമ്മൾ ശിക്ഷിക്കപ്പെടും. ആവശ്യമില്ലാതെ സംസാരിച്ച് ബന്ധങ്ങളെ തകർക്കുന്ന നാവുകൾ, അപവാദങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഒന്ന് പറഞ്ഞു അടുത്ത നിമിഷം അത് മാറ്റിപ്പറഞ്ഞ് സ്വന്തം നിലനിൽപ്പിനു വേണ്ടി കള്ളത്തരങ്ങൾ പറയുന്നവർ. യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ നാവ് ഏറ്റവും ദുഷിച്ചൊരു അവയവമാണ്, തീയാണ്. നാവിൽ നിന്ന് എന്തൊക്കെയാണ് പോയിരിക്കുന്നത്, ആരുടെ ജീവിതമാണ് തകർത്തത്, ആരുടെ സമാധാനമാണ് തകർത്തിട്ടുള്ളത്, അത് മുഴുവൻ ശുദ്ധീകരണ സ്ഥലത്ത് വെന്തുരുകി അനുഭവിക്കേണ്ടി വരും. പൊട്ടച്ചിന്തകൾക്ക് തലച്ചോറ് പുകയുന്നത് പോലെ അനുഭവം ഉണ്ടാകും. വല്ലാണ്ട് ഭക്ഷണ ആസക്തിയുള്ളവരുടെ കുടലെല്ലാം വെന്തുരുകുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. ഇതെല്ലാം പല
വേദശാസ്ത്രജ്ഞന്മാരും അനുഭവസ്ഥരും പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധർക്ക് കിട്ടിയ ദർശനങ്ങളിലുള്ളതാണ്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മെ സഭ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ തീയിൽ വെന്തുരുകി ശുദ്ധി വരുത്തേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഒരു കച്ചവടക്കാരൻ കടം വാങ്ങിക്കുന്നതിന് മുമ്പേ വീട്ടാൻ വകയുണ്ടോ ഇല്ലയോ എന്ന് വിചാരിക്കും. അതുപോലെ നമ്മളും ഒരു പാപം ചെയ്യുമ്പോൾ ഇത് വീട്ടാനുള്ള ശക്തി ഉണ്ടാകുമോ, ഇതിനു വേണ്ടി ഞാൻ തീയിൽ കിടക്കണ്ടേ എന്ന് ആലോചിക്കാനായിട്ടുള്ളൊരു കൃപ കിട്ടിയാൽ മതിയായിരുന്നു, എനിക്കും ബാക്കി എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ ചിന്ത കൊണ്ടോ കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒന്നും പാപം ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ തീയിൽ വെന്ത് കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? ഈ ഭൂമിയിലെ തീയേക്കാൾ 1000 മടങ്ങ് ഘോരമായി ജ്വലിക്കുന്ന ബസ് പുർഖാനയിൽ തീയിൽ കിടന്ന് അനേകം ആത്മാക്കൾ വേദനപ്പെടുന്നു. ഇവരെ രക്ഷിക്കണ്ടേ? നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, നമ്മുടെ അമ്മ അപ്പനൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് ആ തീയിൽ കിടക്കാതിരിക്കാൻ ദൈവമേ, പാപം ചെയ്യുന്നതിനേക്കാൾ മുൻപ്, സംസാരിക്കുന്നതിനേക്കാൾ മുൻപ് ഇതൊന്ന് ഓർമ്മപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ 6 ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പലരും ദർശനങ്ങൾ കാണുമ്പോഴെല്ലാം അവർ തീയിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. മറിയം ത്രേസ്യാമ്മയും എവുപ്രാസ്യമ്മയും ഒക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നൊരു തീയുണ്ട് അവിടെ. അത് ഭൂമിയിലെ തീ പോലെയല്ല, ചവറ് കൂട്ടിയിട്ട് കത്തിക്കുകയല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതല്ല. ആത്മാവിന് തീയിൽ കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന് തർക്കമില്ല. കൂട്ടുകാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തീയിനെ എപ്പോഴും മനസ്സിൽ കാണാനുള്ള കൃപ. ഇന്നത്തെ ജപം. കരുണാസമുദ്രമായ സർവേശ്വര, ഞങ്ങൾക്ക് മുമ്പേ വിശ്വാസത്തിൻ്റെ മുദ്രയോടുകൂടെ മരിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ അങ്ങേ ദാസരെ നനച്ചരുളണമേ. കർത്താവേ, ഇവർക്കും യേശു മിശിഹായുടെ പാർശ്വമായി മരിച്ച മറ്റെല്ലാവർക്കും നിത്യസമാധാനവും അസ്തമിക്കാത്ത പ്രകാശവും ദുഃഖമറിയാത്ത സമാധാനവും കൃപയോടുകൂടെ കൊടുത്തരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ. മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും 5 സ്വർഗ്ഗസ്ഥനായ പിതാവും സാധാരണ ദിവസം പോലെ ചൊല്ലണം. സുഹൃജപം. ഈശോ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ കഴിയുമെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഉപവസിക്കണം. അല്ലാത്ത പക്ഷം ഒരാൾക്ക് എന്തെങ്കിലും ഭിക്ഷയായി കൊടുക്കണം എന്നുള്ളതാണ്. ശുദ്ധീകരാത്മാക്കളെ കാണുന്ന മരിയാസിമ്മ പറയുകയാണ്, ഈ ശുദ്ധീകരാത്മാക്കളെ കാണാനും അവരെ വ്യക്തമായി തിരിച്ചറിയാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുമ്പോൾ അവരെ കാണാൻ കഴിയും. ചിലപ്പോൾ ദൈവം അനുവദിച്ചാൽ വിശുദ്ധി സൂക്ഷിക്കണം നമ്മൾ. അതുപോലെ കൃപയിലായിരിക്കണം. സുതാര്യത നഷ്ടപ്പെടുന്നതെല്ലാം ഉപേക്ഷിക്കണം. സുതാര്യത നഷ്ടപ്പെടുന്നത് എന്താണോ അത് ഉപേക്ഷിക്കണം. ശരീരം സ്വതന്ത്രമായിരിക്കണം. സമീകൃതമായ ആഹാരം കഴിക്കണം. മയക്കമരുന്ന്, മദ്യപാനം ഇവയെല്ലാം ഒഴിവാക്കണം. ഉപവാസം അനുഷ്ഠിക്കണം. ഇങ്ങനെയാണ് മരിയാസിമ്മ പറയുന്നത്. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ ഏതൊക്കെ വിധത്തിലാണെന്നറിയോ മരിയയ്ക്ക് കാണപ്പെടുന്നത്? ചിലപ്പോൾ സാധാരണ മുട്ടി വിളിക്കുന്ന പോലെയാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതിന് മരിയാസിമ്മയ്ക്കൊരു അടയാളമുണ്ട്. എത്ര പ്രാവശ്യം മുട്ടുന്നുണ്ടോ അത്ര പ്രാവശ്യം വിശുദ്ധ കുർബാനകൾ അർപ്പിക്കും. അത് മരിയയുടെ അനുഭവമാണ് കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെയൊന്നുമല്ല. മരിയാസിമ്മയുടെ അനുഭവമാണ് പറയുന്നത്. അതുപോലെ ചിലർക്ക് ചില വ്യത്യസ്തമായ മുട്ടലുകൾ കേൾക്കാം. അതുപോലെ ചിലർ വിളിക്കും, പേര് വിളിക്കും. അങ്ങനെ മറ്റു ചിലർ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല കാര്യങ്ങൾ ചെയ്യും. പലർക്കും പല അനുഭവമാണ്. ചിലപ്പോൾ സാധനങ്ങൾ വീഴുകയോ അല്ലെങ്കിൽ മച്ചിന് മുകളിൽ കാലച്ച കേൾക്കുകയോ, ഇതൊക്കെ നമ്മളിങ്ങനെ അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പാവപ്പെട്ട ആത്മാക്കളാണ് അവർ. അല്ലാതെ അവർ അശുദ്ധാത്മാക്കളൊന്നുമല്ല.
പ്രേതം, പിശാച് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഭയപ്പെടാതെ, ഇത് പാവപ്പെട്ട ആത്മാക്കൾ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വന്നിരിക്കുക. ഉടനടി നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവമേ ഇതൊരു ആത്മാവാണെങ്കിൽ, ഏതെങ്കിലും ആത്മാവിന് പ്രാർത്ഥിക്കാനാണ് ഇങ്ങനെ ഞാൻ കേൾക്കുന്നതെങ്കിൽ ആ ആത്മാവിന് ഇപ്പോൾ നടക്കുന്ന ബലിയിലേക്ക് കാഴ്ചവെക്കുന്ന ഈശോയുടെ 5 തിരുമുറികൾ നൽകുന്ന തിരുരക്തം ഈ ആത്മാവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ച വിശ്വാസികൾ പ്രാർത്ഥനയോ ചരിത്രത്തിൻ്റെ പ്രാർത്ഥനയോ ഒക്കെ ചൊല്ലിയാൽ ഉടനടി അത് നിൽക്കും. നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും അസാധാരണമായ അനുഭവങ്ങളുണ്ടായാൽ അയ്യോ ഇതെന്തൊരു കഷ്ടമാണ്, ഇതൊരു ഭയങ്കര അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കാതെ ഇത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലാതെ വേറൊരു കൂടോത്രോ തന്ത്രമോ ഒന്നുമല്ല. നമ്മൾ അസാധാരണമായ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് മാനസിക പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക പ്രശ്നത്തിൻ്റെ തുടക്കമായിരിക്കും, അത് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. സാധാരണ നിലയിൽ മാനസിക ആരോഗ്യമുള്ള നമ്മൾക്ക് എന്തെങ്കിലും അസാധാരണമായ സ്വരങ്ങളോ ഇത് കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനൊരു സ്വരം കേൾക്കുന്നുണ്ടല്ലോ, ദൈവമേ ഇനിയിപ്പോൾ എന്താ ഈ വീട് വിട്ടു പോകണോ, ഈ നാട്ടിൽ നിന്ന് പോകണോ, ഇത് മറ്റുള്ള മതക്കാരുടെ സ്ഥലമായിരുന്നല്ലോ, അതേ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഭൂമിയിൽ വിറ്റിട്ട് എവിടെ പോകാനാ? നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് സഹിച്ച് പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരും രക്ഷപ്പെടും, നമ്മൾ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. മരിയ പറയുകയായിരുന്നു, ഒരു കർഷകൻ അയാളുടെ അറപ്പുരയോട് കൂട്ടിച്ചേർത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക ഉയരത്തിൽ വെച്ച് ഭിത്തി ഓരോ ദിവസം ഇടിഞ്ഞു വീഴത്രേ. അയാൾ കുറേ മരാമത്ത് പണികൾ നടത്തിയ ആളാണ്, പക്ഷേ ഇത് അയാൾക്ക് മനസ്സിലാവണില്ല. ഇയാൾ പറഞ്ഞു എന്തിനു തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് വലിയ ആളുകളൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ അയാൾ മരിയയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അയാളോട് ഇത് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അയാൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ആൾക്ക് അതൊന്നും ഓർക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് ഒട്ടും സൗഹൃദമില്ലാത്ത അയാളുടെ ഭാര്യയെ അലോസരപ്പെടുത്തുന്ന വിധം വാർത്തകൾ പരത്തുന്ന ഒരാളുണ്ടായിരുന്നത്രേ. ഈ അയൽക്കാരൻ മരണമടഞ്ഞു. അവിടെ വേറെ താമസക്കാർ വന്നു. പക്ഷെ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് സംഭവിച്ചതൊക്കെ അയാൾക്ക് അർഹിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് അയാൾ പറഞ്ഞ വൃത്തികേടുകളൊന്നും പൊറുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും ചെയ്യും. അങ്ങനെ മരിയ ശാന്തമായിട്ട് അയാളോട് പറഞ്ഞു, നമുക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ ക്ഷമിച്ചേ മതിയാകും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പ്രത്യേകിച്ച് പിന്നെ അവനവന് തന്നെ ഉപദ്രവം ഉണ്ടാക്കും. പിന്നീട് അയാൾ ക്ഷമിച്ചു. അതിൽ പിന്നെ ആ മതിൽ കെട്ടുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ക്ഷമയാണ് സഹോദരങ്ങളെ ഏറ്റവും ആവശ്യം. നമ്മളപ്പോൾ ഓർത്തോ, ഈ ദിവസങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾ നാവ് കൊണ്ട് വേദനിപ്പിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ് അലോസരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷം തന്നെ അവരോട് ക്ഷമിക്കാം. കാരണം അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബോധക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കൊണ്ടായിരിക്കാം അവരിങ്ങനെ ഈ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ ശാരീരികമായോ സാമ്പത്തികമായോ അത്രയ്ക്കും ശക്തിയില്ലാത്തവരെ മറ്റുള്ളവരിങ്ങനെ ഉപദ്രവിക്കും. എന്ത് പറഞ്ഞാലും കേൾക്കും എന്ന് വിചാരിച്ച് അവരിങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വ്യഭിചാരിയാണെന്ന് പറയും, ചെകുത്താനുണ്ടെന്ന് പറയും, അവൾ ശരിയല്ല, അവൻ ശരിയല്ല എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ആരോടും വെറുപ്പ് വയ്ക്കാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം അവർ മരിച്ചു പോകുമ്പോൾ അവരും അവിടെ തീയിൽ കിടന്ന് ദഹിക്കും. നമ്മൾ ക്ഷമിക്കാത്തത് കൊണ്ട് നമ്മളിവിടെ കിടന്ന് അസ്വസ്ഥതപ്പെടും. നമുക്ക് ഈശോയോട് ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് പറയാം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലും നമ്മെ അപവാദം പറയുകയോ നമ്മളെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ നമുക്ക് അവരോട് ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ആത്മാക്കളെ ആ സഹനം നമ്മൾ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.